കേരളത്തിൽ നിന്ന് കിട്ടിയ ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇഷ്ടംപോലെ നല്ല ടാലന്റുള്ള പ്ലേയേഴ്സ് ഉണ്ട്. നമുക്ക് ഇപ്പൊ അറിയാം സഞ്ജു സാംസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെജൻഡറി സ്റ്റാറ്റസിൽ നിൽക്കുവാണ് ഇപ്പൊ നിലവിൽ. ലെജൻഡറി ഫാൻ വൈസ് ആട്ടോ ഞാൻ പറയാം. ഫാൻ വൈസ് പക്ഷെ പ്ലേയിങ് വൈസ് മാത്രം അല്ല. പ്ലേയിങ് വൈസ് ഈസ് എ വെരി ഗുഡ് പ്ലെയർ. കരിയർ അത്രയും കിട്ടിയില്ല, പക്ഷെ എന്നാലും നമുക്ക് ഫാൻ വൈസ് ആൾക്കാർക്ക് ഇഷ്ടമാണ് പുള്ളിക്കാരനെ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കേരളത്തിൽ നിന്ന് വേറൊരു ഈ പറഞ്ഞ പോലെ SS ഒരാളും ഉണ്ടായിരുന്നു, ശാന്തകുമാർ ശ്രീശാന്ത്. ദൈവവിശ്വാസിയായിട്ട് കുറെ കയ്യിൽ ഇങ്ങനെ കുറെ ഒരു നീല ചുവപ്പ് ബാൻഡ് കയ്യിലിട്ടിട്ട് അഗ്രഷൻ ഫുൾ ഓൺ അഗ്രഷൻ. ആൻഡ് ശ്രീശാന്തായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്. ശ്രീശാന്ത് ഞാനും ഒരേ സ്കൂള് പഠിച്ചിട്ടുണ്ട്, പുള്ളിക്കാരൻ വിദ്യാരാജ വിദ്യാഭവൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിൽ കുറച്ച് നാൾ പഠിച്ചിട്ടുണ്ട്. എനിക്ക് 1-2 കൊല്ലം. ശ്രീശാന്തിന്റെ അമ്മ ഫെഡറൽ ബാങ്കിലാന്ന് തോന്നുന്നു, ആലുവയിൽ ഉണ്ടായിരുന്നു കുറച്ച് നാള്. അവര് 2 കൊല്ലം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ശ്രീശാന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ആസ് എ പ്ലെയർ അവർക്കുണ്ടോ 2007 വേൾഡ് കപ്പ് ഓസ്ട്രേലിയ ആയിട്ടുള്ള ശ്രീശാന്ത് അത് വേൾഡ് കപ്പ് ജയിച്ച മൊമെന്റ് എനിക്ക് അത് മൈൻഡിൽ നിന്ന് പോവില്ല, ഒരിക്കലും പോവില്ല. രോഹിത് ശർമ്മയുടെ ഓവർ വരുന്നു, മിസ് ബോൾ മറ്റേ ക്യാച്ച് പിടിക്കുന്നു, ശ്രീശാന്ത് ഇങ്ങനെ ഒരു ക്യാച്ച് എടുക്കുന്നു, ഇന്ത്യ അത് സീനല്ലേ. അത് എത്രാമത്തെ വയസ്സിൽ വെച്ചാ നീ അത് കണ്ടേ? എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇപ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പോഴും ആ ഒരു മൊമെന്റ് ഓർക്കണ്ടെങ്കിൽ എന്തൊരു അച്ഛനൊക്കെ ആയിട്ട് കണ്ടാന്ന് തോന്നി. ഇപ്പം നോട്ടോ അത് ഏട്ടന്മാരായിട്ട് കണ്ടോ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ കളി ഉണ്ടായിരുന്നു. ശ്രീശാന്ത് ഞങ്ങൾ എപ്പോഴും പറയാം, ശ്രീശാന്ത് വിരാട് കോഹ്ലിയുടെ കീഴിൽ ടെസ്റ്റ് കളിച്ചു കഴിഞ്ഞാൽ ലൈക് exceptionally കുറച്ച് ahead of time ആയിരുന്നു in point of the way he was behaving. കാരണം ഇന്ത്യൻ ടീമിലോട്ട് ധോണി കൊണ്ടുവന്ന ഒരു കാംനെസ്സും ഒരു അതിന് പുറമെ കോഹ്ലിയാണ് ആ ഒരു മെന്റാലിറ്റി. കാരണം ഇപ്പൊ ഓസീസ് വന്നു, ഇംഗ്ലണ്ട് വന്നു, അവർക്ക് റബലായിട്ട് പെരുമാറാന്നുണ്ടെങ്കിൽ വൈ നോട്ട് ഇന്ത്യ ക്യാൻ, അതാണ് ചോദ്യം. വൈ നോട്ട് അഗ്രഷൻ? അതാണ്. അപ്പോ കോഹ്ലി അതായിരുന്നു. കോഹ്ലി എങ്ങനെ മനസ്സിൽ വെക്കുന്ന, കോഹ്ലിക്ക് പറയും, കോഹ്ലി വെട്ടി തുറന്നിട്ട് അത് എന്തെങ്കിലും അവിടെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ തിരിച്ചടിക്കുന്ന ആളാ കോഹ്ലി. അപ്പോ അങ്ങനെ ഒരാൾക്ക് താഴെ വരണമായിരുന്നു ശ്രീശാന്ത് എന്നാണ് ഞങ്ങൾ സംസാരിച്ചത്. ഞങ്ങൾക്ക് അല്ലേ ഇറ്റ് വുഡ് ഹാവ് ബീൻ ശ്രീശാന്തിന്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ചിലപ്പോ കോഹ്ലി എന്ന് പറഞ്ഞ ക്യാപ്റ്റനും രവിശാസ്ത്രി എന്ന് പറഞ്ഞ കോച്ചിനും ചിലപ്പോ നന്നായിട്ട് അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഔട്ട്പുട്ട് ആയിട്ട് ഉപയോഗിക്കാം. കാര്യം ദേ മെയ്ഡ് ദ ബെസ്റ്റ് ബോളിംഗ് ലൈനപ്പ് എവർ ഇൻ ടെസ്റ്റ് ക്രിക്കറ്റ് ഫോർ ഇന്ത്യ. ആ ഒരു കോമ്പിനേഷൻ രവിശാസ്ത്രി ആൻഡ് അപ്പോ തോന്നിയ കാര്യമുണ്ട്, ചിലപ്പോൾ തെറ്റായിരിക്കും, തെറ്റായിരിക്കും, പക്ഷെ ശ്രീശാന്ത് ആ ഒരു മിക്സറിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ ഇറ്റ് വുഡ് ഹാവ് ആക്ച്വലി ബെനിഫിറ്റഡ് ഇന്ത്യ ഇൻ എ വെരി ബിഗർ സ്കെയിൽ. കാരണം യെസ്, ഇപ്പോ നമ്മളിപ്പോ കാണുന്ന പുള്ളിക്കാരന്റെ ഓരോ സെലിബ്രേഷൻസ് ആണെങ്കിലും പുള്ളിക്കാരൻ കാണിക്കുന്ന ഓരോ പരിപാടികളും കുറച്ച് വിഷയമാണ്. ഇപ്പൊ ജോസോടെ പറഞ്ഞ പോലെ ഓസ്ട്രേലിയ ആയിട്ടുള്ള നമ്മുടെ സെമിയിലെ ആ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ലാസ്റ്റ് ഓവർ ഹെയ്ഡന്റെ വിക്കറ്റ് എടുക്കുന്ന ഒരു ബോൾ ഉണ്ട്. ഹെയ്ഡന്റെ വിക്കറ്റ് എടുത്തിട്ട് നേരെ ഫസ്റ്റത്തെ പരിപാടി നേരെ ഗ്രൗണ്ടിലേക്ക് ഇരുന്ന് നേരെ 2 ചിലപ്പോ ആ ഒരു മെന്റാലിറ്റി കൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോ ടീമിൽ നിന്നും പുറത്തായത്. ഇപ്പൊ നമ്മളിപ്പോ ശ്രീശാന്തിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മള് എല്ലാം പോകണല്ലോ, മാച്ച് ഫിക്സിങ് എല്ലാ ഭാഗവും കവർ ചെയ്യണല്ലോ. അപ്പോ ഡു യു തിങ്ക് ശ്രീശാന്ത് ഡിഡ് ഇറ്റ്? ഇപ്പൊ ഞങ്ങള് റിസർച്ച് നടത്തി വെച്ചിട്ട് there is a chance that he did not do it, and there is a slight chance that he kind of knew what was happening on the back and he didn't do it intentionally, but kind of like paved the way to make it believe that 50-50 വേണേ പറയാം, 50-60 ചെയ്തില്ലാന്ന്. കാര്യം ഞാൻ ഈ അടുത്ത് പുള്ളിക്കാരൻ ചെയ്ത ഒരുപാട് കോൺവെർസേഷൻസും ഒരുപാട് സ്പീച്ചുകളും കേട്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോഡ്കാസ്റ്ററുണ്ടല്ലോ, നമ്മുടെ പോഡ്കാസ്റ്ററായിട്ട് ചെയ്ത ഇത് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. ഞാൻ ശ്രീശാന്തിന്റെ പോഡ്കാസ്റ്റ് ഞാൻ കേട്ടത്, രൺവീറിന്റെ. അപ്പൊ അതിനകത്ത് ശ്രീശാന്ത് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഒരു പുള്ളിക്കാരന്റെ സ്റ്റോറി പറയുന്നുണ്ട്, ലൈക്ക് എന്താണ് പുള്ളിക്കാരൻ ഫേസ് ചെയ്തെന്നുള്ള ഭാഗം പറയുന്നുണ്ട്. കാരണം ഒരു നോർമൽ ആയിട്ടൊരു ഒരാൾക്ക് പോലും ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ജയിലുകൾ. And one of the worst jail in India is said to be Tihar jail. അവിടെയാണ് പുള്ളിക്കാരൻ നോൺ ബെയിലബിൾ ഒഫൻസിൽ താമസിച്ചത്. അപ്പോ അതന്നെ ഒരാളുടെ മൈൻഡ് സെറ്റിന് ഒരുപാട് ഷേപ്പ് ചെയ്യും, അപ്പോ അതും കറക്റ്റ് ആണ്.
അല്ല എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ പുള്ളിക്കാരൻ ചെയ്തില്ല എന്ന് തോന്നാണ്ടായിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീശാന്ത് 2 വേൾഡ് കപ്പ് വിന്നിംഗ് പ്ലെയർ ആണ്. 2007 T20 വിന്നിംഗ് പ്ലെയർ ആണ്, അതുപോലെ 2011 50 ഓവർ കൊണ്ട് T20 വേൾഡ് കപ്പ് ഉണ്ട്. ഇപ്പൊ 2 വേൾഡ് കപ്പ് ജയിച്ച അല്ലെങ്കിൽ വേൾഡ് കപ്പ് വിന്നിംഗ് പ്ലെയറിൽ ടീമിലുണ്ടായിരുന്ന ഒരു പ്ലെയർ ആണ് ശ്രീശാന്ത്. പക്ഷേ ശ്രീശാന്തിന്റെ ഫോം കാരണമാണോ എന്നറിയില്ല. കാര്യം ഒരു 2012 കാലഘട്ടം കൊണ്ട് ശ്രീശാന്ത് ടീമിലില്ല. ഫോം ഔട്ട് ഇഞ്ചുറി ഉണ്ട്. ഐ തിങ്ക് 2012 ഇഞ്ചുറി, പിന്നെ അതായിട്ട് ഫോം ഔട്ട്. ഇപ്പൊ തിരിച്ച് ടീമിലേക്ക് കയറാനുള്ള ചാൻസ് നോക്കി നിൽക്കവേ IPL ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംബാക്ക് വന്നത് രാജസ്ഥാനായിട്ട്. അപ്പോ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പ്രൊഫഷണൽ പ്ലെയർ ടീമിലേക്ക് തിരിച്ച് ഒരിക്കലും അങ്ങനത്തെ ഒരു ചാൻസ് എടുക്കില്ല. In a way, if he is really serious about getting back into the team, he won't even risk it. Which makes sense. ഇങ്ങനെയും കൂടെ ആയിക്കൂടെ? ഇപ്പോ ഇന്ത്യൻ പൈസ വെച്ച് നോക്കുമ്പോ വി ഓൾ നോ ശ്രീശാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അറിയില്ലായിരുന്നു. കാരണം ശ്രീശാന്ത് ലൈക്സ് ടു ഷോ ഓഫ്. അപ്പോ പുള്ളിക്കാരൻ പൈസ ഉണ്ടെങ്കിൽ ഹാസ് ഓൾവേസ് ബിൻ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. അപ്പോ ഒബ്വിയസ്ലി ഇങ്ങനെ ആയിക്കോട്ടെ, പുള്ളിക്കാരനെ പൈസക്ക് കളിന്ന് പോയി അപ്പൊ പിന്നെ പൈസ പിടിക്കാൻ വേണ്ടി ബുക്കിങ്ങിനെ മേ ബി അങ്ങനെയാവാം, അതും ഒരു പോസിബിലിറ്റി ആണ്. നമുക്ക് ഇതിന്റെ കഥയായിട്ടൊന്ന് പറഞ്ഞു നോക്കിയാലോ. നമുക്കത് എങ്ങനെയാണ് വന്നേന്ന്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായത് വെച്ചിട്ട് ഞങ്ങൾ ഒരു ഏകദേശം ഒരു ടൈമിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത് തരാം എങ്ങനെയാന്ന് ഇരിക്കുന്നത്. 2013 IPL സഞ്ജു ഒക്കെ കളിക്കുന്ന ടീമിലുണ്ട്. അപ്പോ കിങ്സ് 11 പഞ്ചാബായിട്ടാണ് കളി. ആൻഡ് ആ മാച്ചാണ് ശ്രീശാന്ത് അവസാനമായി കളിച്ച മേജർ ലീഗ് ടൂർണമെന്റ്. അവസാനമായി ബോൾ ചെയ്ത് 2 ഓവർ നടന്ന ആ സ്പെസിഫിക് ഗെയിമിലാണ് കളി നടന്നത്. 12ാമത്തെ ഓവറും 14ാമത്തെ ഓവറാണെന്ന് തോന്നുന്നു. മേ ബി വി മൈറ്റ് ബി റോങ്. ഇതൊക്കെയാണ് മനസ്സിലാക്കി. അപ്പോ പുള്ളിക്കാരന് ആസ് പെർ മൈ അണ്ടർസ്റ്റാൻഡിങ് ജോസോട്ട പുള്ളിക്കാരനെ സമീപിച്ച ബുക്കി, അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി നീഡ് ടു ഒരു 14 റണ്ണ് കൊടുക്കണം, അടിക്കണം, ബാറ്റ് അടിക്കണം, 14 റണ്ണ് അടിക്കണം. അതൊന്ന്. രണ്ടാമത് ഈ 14 റണ്ണ് കൊടുക്കുന്ന ഓവറിൽ പുള്ളിക്കാരൻ ഷുഡ് ലെറ്റ് ദീസ് ബുക്കീസ് നോ. ബെറ്റ് വെക്കുന്ന ഓവർ അതാണ് ഓവർ എന്ന് മനസ്സിലാക്കാൻ കുറച്ച് എന്തെങ്കിലും കാണിക്കണം. സോ പീപ്പിൾ നോ ഓക്കെ ഇതാണ് ആ ഓവർ, ഇതിലാണ് ഞാൻ പൈസ ഇടണ്ടേ എന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രവൃത്തി പുള്ളിക്കാരൻ കാണിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു അജണ്ട. 10 ലക്ഷം രൂപയാണ് അഡ്വാൻസ് കൊടുക്കുന്നത് ആൻഡ് കിട്ടിക്കഴിഞ്ഞാൽ 60 ലക്ഷം രൂപ. ഇതാണ് ഇത് ബുക്കി നേരെ വിളിച്ച് ശ്രീശാന്തിന്റെ അടുത്ത് ശ്രീശാന്തിന്റെ ഫ്രണ്ടായ എന്തോ ആ പുള്ളിക്കാരനെ വിളിച്ചിട്ട് സംസാരിക്കണം. പുള്ളിക്കാരനെ വിളിച്ചിട്ടാണ് സംസാരിച്ചത്. പുള്ളിക്കാരനാണ് ശ്രീശാന്തായിട്ട് ബന്ധപ്പെട്ടെന്നാണ് പറയപ്പെടുന്നത്. ഡോണ്ട് നോ. അപ്പോ ഇതൊക്കെയാണ് ഡൽഹി പോലീസ് ബേസിക്കലി ശേഖരിച്ച തെളിവുകൾ. ഇത് എന്തിനാ അവർ ശേഖരിച്ചെന്ന് വെച്ചാൽ ചിന്തിക്കണമല്ലോ, എന്തിനാണ് ഇവർ വെറുതെ ശ്രീശാന്ത് എന്ന് പറഞ്ഞ വ്യക്തിയുടെ പുറകെ പോകണമെന്ന് നമ്മൾ ആലോചിക്കണമല്ലോ. അപ്പൊ ശ്രീശാന്തിന് പുറകെ അല്ല ഇവർ ആദ്യം പോയത്. ഇവര് ഡൽഹി പോലീസ് ബേസിക്കലി ബെറ്റിംഗ് എന്ന് പറയുന്ന സംഭവം IPL നടക്കണമെന്നുള്ളത് പൊതുവെ എല്ലാവർക്കും അത് എവിഡന്റ് ആയിരുന്നു, വിസിബിൾ ആയിരുന്നു അത്. പക്ഷേ ഈ ബെറ്റിംഗ് വെച്ചിട്ടുള്ള പൈസ മെയിൻലി ഇന്ത്യക്കെതിരായിട്ടുള്ള ടെററിസ്റ്റ് ആക്ടിവിറ്റിക്കും പുറത്തേക്ക് പോകണമെന്നുള്ള ന്യൂസ് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഡൽഹി പോലീസ് മേഡ് ദിസ് സീരിയസ് ആൻഡ് ദേ സ്റ്റാർട്ടഡ് ഡിഗിങ് ഇൻ ടു മോർ ഇൻഫർമേഷൻ. അങ്ങനെ അവർ കുറെ പേരുടെ കോൾ ടാപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ടാപ്പ് ചെയ്ത് വന്നപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഈ ജിത്തു ജനാർദ്ദനൻ എന്ന് പറഞ്ഞൊരു പേര് കിട്ടുകയും പിന്നെ പുള്ളിക്കാരന്റെ പുറകെ പോവുകയും, അങ്ങനെ പുള്ളിക്കാരന്റെ പുറകെ പോയപ്പോഴേക്കും ഏതൊരു പ്ലെയറിനെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, സം ബിഗ് പ്ലെയർ എന്നുള്ള ന്യൂസ് അവർക്ക് കിട്ടി. അങ്ങനെ അതിന്റെ പുറകെ ഫോളോ അപ്പ് പോയപ്പോഴും ജിത്തു ജനാർദ്ദനൻ ശ്രീശാന്തിനെയാണ് കോൺടാക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഇവർക്കൊരു ന്യൂസ് കിട്ടി. ആൻഡ് ദർ ഇസ് എ ഫോൺ കോൺവെർസേഷൻ വേർ ഈവൻ ജിത്തുവിന് ഈ പുള്ളിക്കാരൻ തന്നെ ഫ്രണ്ട് തന്നെ പറയുന്നുണ്ട് ലൈക്ക് ഹീസ് സോ അഡമന്റ് ഹീസ് നോട്ട് ഗോയിങ് ടു ഡു ഇറ്റ് ബിക്കോസ് ഹീസ് ട്രൈങ് ടു ഗെറ്റ് ബാക്ക് ഇൻ ടു ദ ടീം എന്നുള്ളത് ബുക്ക് ചെയ്ത് പറയേണ്ടെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ആൻഡ് ഇഫ് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ഒരു 10 ലക്ഷം രൂപ കൊടുക്കുകയും ശ്രീശാന്തിന് 10 ലക്ഷം രൂപയും കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം 60 ലക്ഷം രൂപ കൈമാറുകയും ചെയ്യണം. അങ്ങനെ എന്താണ്ടായിരുന്നു അവരുടെ ഡീല്, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോ ഈ ഒരു മാച്ച് അത് അത്രയും സത്യം പറഞ്ഞാൽ അത്രയും വലിയ അങ്ങനെ പോപ്പുലർ മാച്ച് പോലും അല്ല, അത്രയും വലിയ റണ്ണൊന്നും എടുത്തിട്ട് രാജസ്ഥാൻ കളി ജയിക്കുകയും ചെയ്തു ഈ ഒരു കളിയിൽ. ആ ഓവർ ഈ പറയുന്ന സ്പെസിഫിക് ഓവറിനകത്ത് 14 റണ്ണും കൊടുത്തിട്ടില്ല, 13 റണ്ണേ കൊടുത്തിട്ടുള്ളൂ. നോ ബോൾ ഇല്ല, വൈഡ് ഇല്ല, ഒരു എക്സ്ട്രാ പോയിട്ടില്ല. ആകെ അവര് ഇതിനകത്ത് പറഞ്ഞൊരു ഇതെന്ന് പറയുന്നത് തിരിച്ച് റിവേഴ്സ് വന്നൊരു ബോള്
കൈ വെച്ചിട്ട് പെട്ടെന്ന് കൈ വലിച്ചു, വിച്ച് എവറി ഫാസ്റ്റ് ബോളർ ക്യാൻ ഡു. റിഫ്ലെക്സ് ക്രിക്കറ്റ് കളിക്കുന്ന നമുക്ക് എല്ലാവർക്കും നമുക്ക് ചിന്തിക്കാന്നുള്ള റിഫ്ലെക്സ് വഴി ആവാം, രണ്ടും ആവാം. പക്ഷെ അത് ഒരു ഫാസ്റ്റ് ബോളറിന് അത് കാരണം പറഞ്ഞ് പഴിക്കാൻ പറ്റില്ല. ഓക്കെ, ക്യാച്ച് എടുക്കേണ്ട ബോളായിരുന്നു. സ്പിന്നർ ആയിരുന്നെങ്കിൽ വിച്ച് കൈൻഡ് ഓഫ് മേക്ക് സെൻസ്, കയ്യിലേക്ക് വരുന്ന ബോൾ കയ്യിൽ നിന്ന് നമ്മൾ വലിച്ചു എന്നുണ്ടെങ്കിൽ മേക്ക് സെൻസ്. പക്ഷെ ഒരു ഫാസ്റ്റ് ബോളറിന് അത് കാര്യം അത്രയും പേസിൽ വന്ന് എറിഞ്ഞ് പെട്ടെന്ന് ബോൾ വന്ന സമയത്ത് ഫിംഗറിന് ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ ബേസിക്കലി പിന്നെയും ഒരു ഇഞ്ചുറി പറ്റിയ പ്ലെയർക്ക് നല്ല പേടി ഉണ്ടാവും. അതായത് ഒരു ഹാർദിക് പാണ്ഡ്യ ഇനി വന്ന് ബോൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും കാലിന്റെ ഇത് വെച്ചിട്ട് ഒരിക്കലും തടയാൻ നോക്കില്ല ഇനി. കാര്യം ഒരു പ്രാവശ്യം വന്നതാണല്ലോ, അപ്പോൾ എത്ര നാൾ അതിന്റെ പുറകെ പോകുന്നുള്ള അവർക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. സോ അത് കാരണമായിരിക്കാം. പക്ഷെ ഈവൻ ഈ കേസെല്ലാം നടന്നു കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ടും സുപ്രീം കോടതി വാസ് ലൈക്ക് ഓക്കെ, ഇതൊന്നും തെളിവൊന്നും ഇല്ല എന്ന് പറഞ്ഞ വിട്ടെങ്കിൽ പോലും BCCI ഇതെല്ലാം തെളിവായിട്ട് എടുത്തു. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിയെ സംബന്ധിച്ച് ഇവര് ടാപ്പ് ചെയ്ത ഫോൺ കോൾസ്, അത് ടാപ്പ് ചെയ്ത വിധം വാസ് ഇല്ലീഗൽ. അവര് ചെയ്തിരിക്കുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള രീതിയിലാണ് ഇവരെല്ലാം ടാപ്പ് ചെയ്തിരിക്കണേ. അപ്പോൾ അതൊരു ബേസിക് സോഴ്സ് അല്ല എന്നുള്ളതാണ് ശ്രീശാന്തിന്റെ വക്കീല് പറഞ്ഞിരിക്കണേ. യുനോ അങ്ങനെയാണ് പുള്ളിക്കാരൻ അവതരിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസയുടെ കോൺവെർസേഷൻ, ഈ പൈസ എന്ത് ചെയ്യും, ഇറ്റ്സ് നോർമലാണ്. രണ്ട് കൂട്ടി ഇപ്പൊ ഞാനിപ്പോ ജോസഫ് ഏട്ടനെ വിളിച്ച് സംസാരിക്കും, ഒരു $500 ഇട്ട് എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു നോർമൽ കോൺവെർസേഷൻ ആണെന്ന് പറഞ്ഞിട്ട് അതും അങ്ങോട്ട് ഇവര് സോർട്ട് ചെയ്തു. അപ്പോ അങ്ങനെയാണ് ശ്രീശാന്ത് നിരപരാധിയാണെന്ന് സുപ്രീം കോടതി വിധിക്കണത്. അപ്പോഴേക്കും ശ്രീശാന്തിന്റെ ഇമേജ് ഓൾറെഡി പോയി കഴിഞ്ഞു. ശ്രീശാന്ത് ആ സമയത്ത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ആ സമയത്ത് ഫുൾ എല്ലാവരുടെയും ശ്രീശാന്ത് ഫുൾ എല്ലാവരുടെയാണ്. അതിന് പുറമെ തന്നെ ശ്രീശാന്ത് ഗുരുവായൂർ പോകുന്നു, ശബരിമല പോകുന്നു, ഫുൾ ഭക്തിമാർഗം ഭയങ്കര സ്വീകരിക്കുന്നു, അങ്ങനത്തേക്കാണ്. അപ്പോ ലൈക്ക് ഉള്ളിനുള്ളിൽ എല്ലാവരും ചെറുതായിട്ട് ശ്രീശാന്ത് ചെയ്യാതിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചതായിരിക്കും എല്ലാവരും. ഒബ്വിയസ്ലി ഞാനടക്കം ദൈവം ശ്രീശാന്ത് ഒന്നും ചെയ്യാതെ രക്ഷപ്പെടണേ എന്ന് പ്രാർത്ഥിച്ചവരാണ് നമ്മളെല്ലാവരും. തീർച്ചയായും രണ്ട് സൈഡ് ഉണ്ടായിരുന്നു. ചിലവർ കുറെ പേര് പറഞ്ഞായിരുന്നു അവന്റെ കയ്യിലിരിപ്പിന് കിട്ടിയാന്ന് പറഞ്ഞവരുണ്ട്. അദൃശ്യം ഇഷ്ടമില്ലാത്തവരായിരിക്കും. അമ്മാതിരി ചൊറിച്ചിൽ പരിപാടിയാണല്ലോ. നമ്മൾ ചിലപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഗ്രൗണ്ടിൽ കിടന്ന്. എനിക്ക് പൊതുവെ ഇപ്പൊ വേറൊരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് ഇപ്പൊ വിരാട് കോഹ്ലിനെ അങ്ങനത്തെ ഉള്ളവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഇഷ്ടമാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ്, മെന്റാലിറ്റി ഫീൽഡിൽ കാണിക്കുന്നത്. പക്ഷെ എന്നു വെച്ചാൽ എല്ലായ്പ്പോഴും അങ്ങനെ കാണിക്കണം. നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഞാനും സത്യം പറഞ്ഞാൽ ഞാനും ചിന്തിച്ചായിരുന്നു ലൈക്ക് ഹീസ് നോട്ട് ഗോയിങ് ടു ഡു ഇറ്റ് ബിക്കോസ് യുനോ പ്രൊഫഷണൽ ആയിട്ട് ഇത്രയധികം പേര് കേട്ടിരിക്കുന്ന ഒരു പ്ലെയർക്ക് 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി പിന്നെ നമ്മൾ ചിന്തിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും മനുഷ്യരാണല്ലോ, പൈസക്ക് ചെലവുണ്ടാവുക. ഇപ്പൊ ഞാൻ പറയാം, അത് ചീത്ത ഇന്റൻഷൻ കൊണ്ട് ചെയ്യണമെന്നൊന്നും ആയിരിക്കില്ല. ചിലപ്പോ ഇങ്ങനത്തെ ഒരു കോൺവെർസേഷൻ വന്നു, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ, അളിയാ ഇങ്ങനത്തെ ഒരു സാധനം ഇങ്ങനെ ഉണ്ട്, നീ ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല, നിന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ് അങ്ങനെ വാട്ടെവർ. അപ്പോ അങ്ങനെ സുപ്രീം കോടതി പുള്ളിക്കാരൻ നിരപരാധിത്വം വിധിക്കുന്നു. പക്ഷേ BCCI പുള്ളിക്കാരന് ആജീവനാന്ത വിലക്ക് കൊടുക്കണം, വിച്ച് ഈസ് ലൈഫ് ബാൻ. സോ ബേസിക്കലി ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പറ്റില്ല, അതാണ് BCCI കൊടുത്തത്. അപ്പോ പുള്ളിക്കാരൻ പക്ഷേ ശ്രീശാന്ത് വാസ് സോ അഡമന്റ്, ശ്രീശാന്തിന് കളിക്കണം, ശ്രീശാന്തിന് നീഡ്സ് ടു പ്രൂവ് ആവും. പുള്ളിക്കാരൻ ഹാസ് ലോട്ട് ഓഫ് തിങ് ഓൺ സ്റ്റേക്സ് ഹിയർ. അതായത് പുള്ളിക്കാരനെ പ്രൂവ് ചെയ്യണം, പുള്ളിക്കാരൻ ഹാസ് നോട്ട് ഗിൽറ്റി എന്നുള്ള പരിപാടി. എന്നിട്ട് പുള്ളിക്കാരൻ ഇത് ആൾക്കാരുടെ മുന്നിലാണെങ്കിലും ഈ നീഡ്സ് ടു പ്രൂവ് ഹിംസെൽഫ് എന്നുള്ള സംഭവമാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BCCI പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തെളിവുകളൊക്കെ ചിലപ്പോൾ ഇല്ലീഗൽ ആയിട്ടുള്ളതും അതൊക്കെ ആയിരിക്കാം, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് തെളിവാണ് എന്നുള്ള രീതിയാണ് BCCIയുടെ റിപ്ലൈ. And they considered all these evidences, എല്ലാ എവിഡൻസും അവർ എടുത്തിട്ട് ലൈഫ് ബാൻ കൊടുത്തു. പക്ഷെ ശ്രീശാന്ത് വാസ് സ്റ്റിൽ ഗോയിങ് ബിഹൈൻഡ് ഇറ്റ്. ശ്രീശാന്ത് പിന്നെയും സുപ്രീം കോടതിയിൽ പോകുന്നു, പിന്നെയും കേസുകൾ വാദിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. ലാസ്റ്റ് കോടതി പറയണോ BCCIന്റെ അടുത്ത് സംഭവമൊക്കെ ശരിയാണ് എന്നാലും പക്ഷെ ഇപ്പൊ നിരപരാധിയായ സ്ഥിതിക്ക് ഇത് കുറച്ച് കൂടുതലല്ലേ, ലൈഫ് ബാൻ കൊടുക്കാൻ അത്രയും ഉണ്ടോ, കുറച്ച് കൂടുതലല്ലേ എന്ന് BCCI ഇങ്ങനെ അല്ല സുപ്രീം കോടതി BCCIന്റെ അടുത്ത് പറയുന്നു. അപ്പൊ BCCI ഇങ്ങനെ മെല്ലെ അത് വഴങ്ങി ഓക്കെ എന്നാ ശരി ഒരു 7 വർഷത്തേക്ക് 7 കൊല്ലത്തേക്കുള്ള ബാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ബാൻ കൊടുത്തു. അങ്ങനെ 20 അല്ല അപ്പോഴേക്കും ഓൾറെഡി പുള്ളിക്കാരൻ 6 കൊല്ലം സർവ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. പുള്ളിക്കാരൻ ആ സമയത്ത് ബിഗ് ബോസിൽ പോകുന്നു, പിന്നെ കുറെ ഒരു സിനിമയിലെ മറ്റേ അഭിനയിക്കുന്നു, ബിഗ് ബോസിൽ സെക്കൻഡ് പ്രൈസ് വിൻ ചെയ്യുന്നു ഹിന്ദിയിൽ. അപ്പൊ തന്നെ ഏകദേശം ആൾക്കാർക്ക് പുള്ളിക്കാരൻ ഇഷ്ടമായി തുടങ്ങി, ഒരുപാട് ഫാൻസ് ആയി തുടങ്ങി ഹിന്ദി ബിഗ് ബോസിൽ. കാരണം പുള്ളിക്കാരന്റെ അഗ്രഷൻ നേച്ചറുള്ള പുള്ളിക്കാരൻ വാട്ട് ഹീസ് ഇൻസൈഡ് എന്നുള്ളത് നമുക്ക് ബിഗ് ബോസിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ പുള്ളിക്കാരൻ അങ്ങനെ തന്നെ
കുറച്ച് ആൾക്കാരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. ഹി വോൺ സെക്കൻഡ് ഓൺ ബിഗ് ബോസ്. സിനിമ ഇറങ്ങി, സിനിമ സട്ടർ പരാജയം, ഭയങ്കര പരാജയം, ഭയങ്കര ഷോക്ക്, കാണുമല്ലോ ചെയ്തു. അതെ, അതൊക്കെ ഉണ്ട്. അപ്പൊ പുള്ളിക്കാരൻ മനസ്സിലായി അത് നല്ലൊരു പരിപാടിയല്ല. അപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായി. അതൊക്കെ ക്രിക്കറ്റ് കളിച്ചായിരുന്നു ഈ പറഞ്ഞ പോലെ. പക്ഷെ തിരിച്ച് ഇന്ത്യൻ ടീമിലേക്ക് പുള്ളിക്കാരന് തിരിച്ചു വരണം എന്നായിരുന്നു പുള്ളിക്കാരന്റെ അറ്റ്മോസ്റ്റ് വരെ. പുള്ളിക്കാരൻ ഇനിയും പിന്നെ ഇന്ത്യൻ ജേഴ്സി അണിയണം എന്നാണ് പുള്ളിക്കാരന്റെ ഡിറ്റർമൈൻഡ് ആയിരുന്നു. യുനോ നെഞ്ചു എടുത്ത് എനിക്ക് ഇന്ത്യക്ക് വേണ്ടി കളിക്കണം എന്നായിരുന്നു പുള്ളിക്കാരൻ. അപ്പൊ 2020 പുള്ളിക്കാരന്റെ എല്ലാ ബാനൊക്കെ ചെയ്തതിനു ശേഷം പിന്നെയും കേരള ടീമിന്റെ തൊപ്പി കഴിയുന്നു, രഞ്ജി കളിക്കാൻ പോകുന്നു. ഇഫ് ഐ എം നോട്ട് റോങ്, രഞ്ജി അല്ല, കേരള ടീമിലേക്ക് തിരിച്ചു വരുന്നു. പിന്നെ പയ്യെ കേരളക്ക് വേണ്ടി കളിച്ചു തുടങ്ങിയാലും ഈ പറഞ്ഞ പോലെ സ്റ്റാമിന, പേസ് വയസ്സായില്ലേ, പ്രായം കാരണം വയസ്സായി തുടങ്ങി. പിന്നെ സ്റ്റാമിനയൊക്കെ പിന്നെ പിള്ളേരോടൊപ്പം പിടിച്ചു നിൽക്കാനുള്ള ബുദ്ധിമുട്ട്, വിച്ച് ഇസ് വെരി നോർമൽ, ക്വൈറ്റ് നോർമലാണ്. അപ്പോൾ പുള്ളിക്കാരൻ അനൗൺസിങ് റിട്ടയർമെന്റ് ഫ്രം ഓൾ ഫോർമാറ്റ്സ് ഇൻ ക്രിക്കറ്റ്. ഹി റിട്ടയർഡ്. അപ്പോ പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീശാന്ത് ഇറങ്ങി പോകുമ്പോഴും നെഞ്ച് വിരിച്ച് തല പൊന്തിച്ച് പുള്ളിക്കാരൻ ചെയ്യേണ്ട, ഫൈറ്റ് ചെയ്തു. പുള്ളിയുടെ ഇറ്റ്സ് നോട്ട് ഈസി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തീഹാർ ജയിലിലും കിടന്ന് ഈ പറഞ്ഞ ഒരു സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഒറ്റി പറഞ്ഞു. അപ്പോ ആ സമയത്തെല്ലാം നമുക്ക് വേണ്ടി തന്നെ നിന്ന് തിരിച്ചു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ആ ഒരു മെന്റാലിറ്റി ഈസ് വെരി എന്താണ്, ഒരു വീക്ക് ആയിട്ടുള്ള ഒരു സോളിന് എടുക്കാൻ പറ്റില്ല. അപ്പൊ അത് അടിപൊളിയാണ്, നല്ലൊരു കമ്പാക്ക്. അതൊക്കെയാണ് വെറുതെ ഇരുന്നില്ല. എനിക്ക് എപ്പോഴും തോന്നിയൊരു കാര്യം, ഹി ഡിഡ്ന്റ് ആക്ച്വലി സേ ദാറ്റ് ഓക്കേ ഐ ആം എ വിക്ടിം ആണെന്നോണ്ടിരുന്നില്ല. ഹി ഫought for it. He did things on the side. He tried out different things. നല്ലൊരു ഡാൻസർ ആണ് ശ്രീശാന്ത്. കണ്ടിട്ടുണ്ട്. അതില് പുള്ളിക്കാരൻ കിങ് ഓഫ് ബോളിവുഡ് ആണെന്നൊക്കെ പുള്ളി മാറി നിൽക്കും, ഞാൻ കളിച്ചോളാം. ടാലന്റഡ് ഗൈ, അടിപൊളിയാണ്, സ്കില്ലാണ്, ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. കംപ്ലൈന്റ് ആ സമയത്ത് ലോബികളൊക്കെ ഒരുപാട് വർക്ക് ചെയ്യുന്ന സമയങ്ങളാണല്ലോ. ഇപ്പോഴുണ്ട്, പക്ഷെ നമുക്കറിയത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പക്ഷെ വാട്ട് എവർ ശ്രീശാന്ത് എന്ന് പറഞ്ഞൊരു വ്യക്തി കോഹ്ലിയുടെ ക്യാപ്റ്റൻസി കളിച്ചിരുന്നെങ്കിൽ ലെജൻഡറി സ്റ്റേറ്റസിലോട്ട് പോയനെ. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഹി മൈറ്റ് ഹാവ് ബീൻ ദ ബെസ്റ്റ് ബോളർ സഹീർ ഖാനെ പോലെ കൊണ്ടു നടന്നതിന്. ഇപ്പൊ ഒരു അക്കാഡമി ഒക്കെ നടത്തി ചുമ്മാ സീനായി പോയി. പക്ഷെ ഐ ബാഡ്ലി വോണ്ട് ശ്രീശാന്തിന്റെ ഒരു ഒന്നും മറക്കാത്ത ഒരു ഓട്ടോബയോഗ്രഫി, ഒന്നും മറക്കാത്ത ഒരു ഓട്ടോബയോഗ്രഫി പുറത്തു വരണം. ആൻഡ് നമ്മളത് വായിക്കണം. അത് വായിക്കണം എന്ന് എനിക്ക് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. അതൊരു ഗെയിം ചേഞ്ചിങ് പരിപാടി ആയിരിക്കട്ടെ. അപ്പോ ഗൈസ് വിശേഷങ്ങൾ അപ്പോ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. We'll see you with another video guys. Thanks for watching.